വെൽക്കം ബാക്ക്. തിരികെ വാർത്തകളിലേക്ക്. പാലക്കാട് കുഞ്ഞാമ്പാറയിൽ CPIM വിമതരുടെ കൺവെൻഷനിൽ KTDC മുൻ ചെയർമാൻ PK ശശി പങ്കെടുക്കുമെന്ന് വിമത നേതാക്കൾ. കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് PK ശശി അറിയിച്ചെന്ന് വിമത നേതാവ് M സതീഷ് പറഞ്ഞു. കൂട്ടായ്മയുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ലെന്നും രാഷ്ട്രീയ പ്രസ്ഥാനമായി പിന്നീട് രൂപീകരിക്കുമെന്നും M സതീഷ് പറഞ്ഞു. പ്രതികരണത്തിൽ പാലക്കാട് ജില്ലയിലെ CPIMൽ അസംതൃപ്തരായിട്ടുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ്. ഞങ്ങളിപ്പോൾ പ്രവർത്തകരുടെ ഒരു കൺവെൻഷനാണ്, അല്ലാതെ ഇപ്പോൾ ശക്തി തെളിയിക്കുന്ന ഒരു പ്രകടനമോ അല്ലെങ്കിൽ പങ്കാളിത്തമോ ഒന്നുമല്ല. മുൻ MLAയും KTDCയുടെ ചെയർമാനുമായിരുന്ന സഖാവ് PK ശശി അദ്ദേഹം ഈ കൺവെൻഷനിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് കൺവെൻഷൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഞങ്ങൾ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കൺവെൻഷൻ്റെ ഭാഗമാവാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. ഷാരിഖ് നവാസ് പാലക്കാടൻ ചെയ്യുന്നു. ഷാരിഖ്, വിമതർക്ക് അസംതൃപ്തർക്ക് ഒരു നേതാവ് കൂടിയാകുന്നു PK ശശി വരുമ്പോൾ. ഒരു വടകര RMP മോഡലിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരണത്തിലേക്ക് ഭാവിയിൽ കടന്നേക്കുമെന്ന സൂചനകൾ തന്നെയാണോ വരുന്നത്? സുഹേൽ, തീർച്ചയായും അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് വേണം പറയാൻ. കാരണം PK ശശി മുൻ MLAയും KTDC മുൻ ചെയർമാനുമായ PK ശശി ഇത്തരത്തിലൊരു വിമത കൺവെൻഷനിൽ പങ്കെടുക്കുന്നതോടുകൂടി ഈ PK ശശി CPIM പാർട്ടി വിട്ട് തന്നെയാണ് ഈ വിമത കൺവെൻഷനിലേക്ക് പങ്കെടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ വിമത കൺവെൻഷന് നേതൃത്വം നൽകുന്നവർ ഇത്തരത്തിൽ അവരെ ബാനർ പോലും അടിച്ചു കഴിഞ്ഞു. അതായത് PK ശശിയാണ് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന എന്ന തരത്തിൽ ബാനർ പോലും അടിച്ചു കഴിഞ്ഞു. അപ്പോൾ നാളെ നടക്കാനിരിക്കുന്ന പാലക്കാട് പാർവതി കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കാനിരിക്കുന്ന വിമത കൺവെൻഷൻ PK ശശിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യം ഈ വിമത കൺവെൻഷന് നേതൃത്വം നൽകുന്ന CPIM മുൻ ഏരിയ കമ്മിറ്റി അംഗം അതുപോലെ തന്നെ കൊഴിഞ്ഞാമ്പാറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ M സതീഷ് പറഞ്ഞു വെച്ചു. CPIMലെ അസംതൃപ്തരായ ഒരു പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് ഇപ്പോൾ നേതൃത്വം ഇതിന് രൂപീകരണം നൽകിയിരിക്കുന്നത്. ഇവർ ഇപ്പോൾ പാർട്ടിയായി രൂപീകരിക്കുന്നില്ല, പിന്നീട് ഇത് പാർട്ടിയായി മാറും. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമല്ല ഞങ്ങൾ മുന്നോട്ട് ലക്ഷ്യം വെക്കുന്നത്, പിന്നീട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കും എന്നാണ് നമുക്ക് മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത്. അപ്പോൾ ആ കൂട്ടായ്മയുടെ ഒരു പ്രവർത്തക കൺവെൻഷനാണ് PK ശശി ഉദ്ഘാടനം ചെയ്യുന്നത്. PK ശശി ആ കൺവെൻഷനിൽ പങ്കെടുക്കുന്നതോടുകൂടി CPIMൽ നിന്ന് ഒന്നില്ലെങ്കിൽ പുറത്താക്കും, അല്ലെങ്കിൽ അദ്ദേഹം CPIMൽ നിന്ന് രാജിവെച്ച് തന്നെ ഈ കൺവെൻഷനിലേക്ക് പങ്കെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം പങ്കെടുക്കും എന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പ് ആയി കഴിഞ്ഞു. കാരണം ഇവർ ഇത്തരത്തിൽ ആ അറിയിപ്പുള്ള ബാനറുകൾ പോലും അടിച്ചു കഴിഞ്ഞു. അപ്പോൾ നാളെ രാവിലെ CPIM 10 മണിക്കാണ് ഇത്തരത്തിലൊരു കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കൺവെൻഷനിലാണ് ഈ PK ശശി എത്തുക. അപ്പോൾ അത് വലിയൊരു സർപ്രൈസ് തന്നെ പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ വലിയൊരു സർപ്രൈസ് തന്നെ ഇത്തരത്തിൽ ഇതോടുകൂടി സംഭവിക്കും. കാരണം PK ശശി വരുന്നതോടുകൂടി ഈ പാലക്കാടിന്റെ CPIM ജില്ലാ നേതൃത്വത്തിന് ഇത് വലിയ തിരിച്ചടിയാകും. പാലക്കാട് ശക്തി പ്രാപിക്കുന്നു. പാർട്ടിയെ സംബന്ധിച്ചുള്ള പ്രതിരോധമാണ്. ശശി കൂടി ഈ കൺവെൻഷനിൽ പങ്കെടുക്കുമെന്ന വാർത്തകൾ വരുന്നു. ഉദ്ഘാടനം ചെയ്യാൻ PK ശശി എത്തുമെന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഷാരിഖ് നവാസ് റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.